Hey, hello everyone. Assalamu alaikum. Welcome back to my YouTube channel. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെനാന്റെ നിക്കാഹ് വ്ലോഗാണ് ഗൈസ്. ഞാൻ ഓൾറെഡി ഓൾഡെ ദോൽക്കി മെഹന്തി നൈറ്റ് എന്നൊക്കെ പറഞ്ഞ വ്ലോഗ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. ദെൻ ഈ നിക്കാഹ് വ്ലോഗ് വന്ന് കാണുക. അപ്പോൾ ഇന്ന് ഏപ്രിൽ 17 ഷെനാന്റെ നിക്കാഹ് വരുന്നത്. 4 മണിക്കാണ് പരിപാടി. അവളുടെ മെഹന്തി നൈറ്റ് ഉണ്ടായിരുന്ന ആ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് നിക്കാഹിന്റെയും പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് അവിടെ എത്തണം. അവളുടെ നിക്കാഹൊക്കെ നമുക്ക് നേരിട്ട് കാണണം. അങ്ങനെയൊക്കെയാണ് പ്ലാന്. അപ്പൊ നമ്മളെല്ലാരും വെയിറ്റ് ആക്കി കൊണ്ടിരിക്കണം നമ്മുടെ ഷെനാന്റെ നിക്കാഹിന്റെ ദിവസമാണ് ഗൈസ് ഇന്ന്. അഫ്കോഴ്സ് ഞങ്ങൾ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ കല്യാണമാണ്. സോ അതുകൊണ്ട് നല്ല എക്സൈറ്റഡ് ആണ്. കാരണം നമുക്ക് പെരുന്നാൾ വന്ന പോലെയാണ്. കാരണം നമുക്ക് ഡ്രസ്സ് എടുക്കാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആവുക, കുറെ പരിപാടികൾക്ക് പോകുക, അങ്ങനെയൊക്കെ മൊത്തത്തിൽ പറഞ്ഞ നൈസാണ്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഒരു പൊലിവൊക്കെയാണ് നമുക്ക്. അപ്പോൾ ഇനി എന്തായാലും മോളുടെ നിക്കാഹൊക്കെ കഴിഞ്ഞ് ഓളിയോളുടെ ചെറുക്കനെ കണ്ടിട്ട് റാഹത്തായിട്ട് വേണം തിരിച്ചു പോരാന്. സോ ഞാൻ കുറെ പറഞ്ഞ് നീട്ടി വലിച്ചു പോണില്ല. ഇപ്പൊ ഏകദേശം ഒരു ഉച്ച ടൈം ആയിക്കണ്. ഇനിയിപ്പോ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മള് നേരെ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് പോകണം. നമ്മൾ ഇനിയും നിന്നാലും നല്ല നേരം വൈകും. എനിക്ക് പൊതുവേ നേരം വൈകി പോണ ഒരു ശീലമുണ്ട്. എല്ലായിടത്തേക്കും ഞാൻ ഓൺ ടൈമിന് അവിടെ എത്തൂല. അപ്പോൾ ഇതിനെങ്കിലും നേരത്തെ പോകണമെന്നുണ്ട്, നടക്കുമോന്ന് അറിയില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പോകണം. 4 മണിക്കാണ് അവിടെ പരിപാടി. അപ്പോൾ നമ്മള് അവിടെ ചെന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഫുഡ് ഇട്ടുള്ളൂ. സോ നമ്മൾ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോണേക്കും നല്ലത്. എന്തായാലും ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ചിട്ട് പോകണം. അപ്പൊ ഞാൻ നമ്മുടെ ഡ്രസ്സും ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓഫ് വൈറ്റ് ആണ് നമ്മുടെ തീം, അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. മേക്കപ്പും അതൊക്കെ ഇനി ചെയ്യാണ്ട്, അതൊക്കെ ഇനി ചെയ്ത് വരുമ്പോഴത്തേന് നേരം വെക്കുമെന്നൊന്നും അറിയില്ല. പിന്നെ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അങ്ങനത്തെ പരിപാടി കൂടി ഉണ്ട്. നമ്മുടെ പെണ്ണിന്റെ നിക്കാഹല്ലേ, അപ്പൊ നമ്മളൊന്ന് തിളങ്ങി നിൽക്കണമല്ലോ, അതാണല്ലോ ഒരു നാട്ടു നടപ്പ്. അപ്പം കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മേക്കപ്പിലോട്ട് കിടക്കും. മേക്കപ്പ് എന്ന് പറയാൻ ഞാൻ അതിന് മാത്രം ഭയങ്കര മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല, എനിക്കറിയണ രീതിയിൽ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ നേരെ ഉടനെ നിക്കാഹിന് പോകും, കൂടും, അടിപൊളിയാക്കും. അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡി ആവാൻ. സോ നേരെ നമ്മുടെ സ്കിൻ കെയറിലോട്ട് അടക്കാം. നമ്മുടെ സ്കിന്ന് നമ്മൾ എപ്പോഴും നന്നായിട്ട് അടിപൊളിയായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ എത്ര മേക്കപ്പ് ചെയ്തിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല. സ്കിൻ കെയർ ഈസ് മസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് മുഖം നന്നായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട്. നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിലും അതിന് തൊട്ട് മുമ്പ് നല്ലൊരു ഫേസ് വാഷ് ഒക്കെ ഇട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് 2-3 കുരു മുഖത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മുഖത്ത്. അപ്പോൾ അത് ക്ലിയർ ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ആക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടേമറിക് ഫേസർ ആണ്. ഇതിൽ 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള ടേമറിക് ആണ് വരുന്നത്. മാത്രമല്ല 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനമൈഡും ആണ് ഇതിൽ വരുന്നത്. സോ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ആക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ആക്കും. മാത്രമല്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഫോർമുലയാണ്, ക്വിക്ക് അബ്സോർബും ആണ്. സോ ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറി നമ്മുടെ സ്കിന്ന് നല്ല സ്പോട്ട്ലെസ് ഗ്ലോ ആവാൻ ഹെൽപ്പ് ആക്കും. ഇപ്പൊ നമ്മുടെ മുഖത്ത് ഡാർക്ക് സ്പോട്ട്സ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ ഹോർമോൺ ചേഞ്ചസ് ആവാം, അല്ലെങ്കിൽ പിമ്പിൾസ് വന്ന് പോയിന്റ് ആവാം, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ സിറം കണ്ടിന്യൂസ്ലി ഒരു 2-3 ഡ്രോപ്സ് ഒരു ദിവസം 2 തവണ ഡേയോ നൈറ്റോ ഒക്കെ ആയിട്ട് കഴുത്തിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്വേർഡ് സർക്കുലർ മോഷനിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ഇത് കണ്ടിന്യൂസ്ലി യൂസ് ആക്കി വരികയാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് കംപ്ലീറ്റ്ലി വിസിബിൾ ആയിട്ട് റിമൂവ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവുന്നതും ഈവൻ സ്കിൻ ടോൺ ആക്കാനൊക്കെ ഈ പ്രൊഡക്റ്റ് അടിപൊളിയാണ്. മാത്രമല്ല ഇതൊരു ടേമറിക് ഫേസ് സിറം കൂടിയാണ്. ടേമറിക് പറയുമ്പോൾ മഞ്ഞളിന്റെ ഗുണങ്ങൾ പ്രത്യേകിച്ച് ഇനി എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ മഞ്ഞളിന്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊണ്ട് സെർവ് ആസ് എ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ വഴിയാണ് ഈ പ്രൊഡക്റ്റ് നിർമ്മിച്ചിട്ടുള്ളത്. സോ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മുഖത്ത് നന്നായിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവർക്ക് എന്തായാലും ഈ പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മുഖത്തെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറി മുഖം നന്നായിട്ട് ക്ലിയർ ആവും, ഗ്ലോ ആവും, ഈവൻ സ്കിൻ ടോൺ ആവും. മൊത്തത്തിൽ പറഞ്ഞാൽ മുഖം നല്ല സൂപ്പർ ആവും. അപ്പോൾ ഇത് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പിന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും അവരുടെ ആപ്പിലും അവൈലബിൾ ആണ്. നിങ്ങൾ ഇന്ന് തന്നെ ഈ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 30% ഓഫും കിട്ടണമായിരിക്കും. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കണമായിരിക്കും. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഇനി നമുക്ക് ഒട്ടും ടൈമില്ല. അപ്പം ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ റെഡി ആകാൻ നിൽക്കണുള്ളൂ. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി പിന്നെ ഞാനിങ്ങനെ മേക്കപ്പ് ഇടാൻ നിൽക്കുമ്പോഴാണ് അയ്യോ ഞാൻ വ്ളോഗിന് ഇൻട്രോ എടുത്തില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ വേഗം ഓടി വന്ന് എടുത്തതാണ്. അപ്പം നമ്മുടെ ഷെനാന്റെ നിക്കാഹ് നമുക്ക് അടിപൊളിയാക്കണം. ഞാൻ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ലെൻസൊക്കെ ഇടാനൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഒരു കണ്ണിലിട്ടു, ഒരു കണ്ണിൽ ഇട്ടില്ല. പിന്നെ ഞാൻ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയപ്പോൾ ഞാനത് മാറ്റി കളഞ്ഞു. ഞാൻ ഇട്ടില്ല. ഇടണം എന്നുണ്ടായിരുന്നു. ഞാൻ ആശിച്ച് മോഹിച്ച് കുറേ കാലങ്ങൾക്ക് ശേഷം ഇടണം, ഓൾഡ് നിക്കാഹിന് മുമ്പ് ഇടണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ നടന്നില്ല. ഭയങ്കര കണ്ണ് ഭയങ്കര ഇറിറ്റേഷൻ ആയി. അപ്പോൾ ഞാൻ എടുത്ത് മാറ്റി.
അപ്പോൾ നമുക്ക് നമ്മുടെ സാധാ കണ്ണ് വെച്ചിട്ട് പോകാം, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് കണ്ണൊക്കെ എഴുതി അങ്ങനെ വെച്ച് പോകാം. അപ്പോൾ ഇനി ഒട്ടും ടൈമില്ല, നമ്മൾ 4 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പോൾ വേഗം പോകണം. ഇപ്പം തന്നെ 2:45 ആ ടൈം ആയിക്കൊണ്ട് എനിക്ക് വേഗം മാറ്റിയിട്ട് മണ്ണാർക്കാട് എത്തണം. അപ്പോൾ ഞാൻ വേഗം മുഖമൊക്കെ ശരിയാക്കി മുടിയൊക്കെ കെട്ടി സെറ്റായിട്ട് വരാം. അപ്പോൾ ദാ ഗൈസ് നമ്മുടെ ഷഹനാന്റെ നിക്കാഹിന് ഞാൻ എന്താ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് ഒരു ഇത്. അപ്പോൾ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ ഓഫ് വൈറ്റ് തീമിലാണ് നമ്മൾ നോക്കിയത്, നമ്മൾ ഗ്യാങ് എന്ന് പറയാൻ മാത്രമല്ല നമ്മൾ 5 ആൾക്കാർ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നല്ല നേരം വൈക്കണം, 3:51 ആയിക്കണം. ഇപ്പോൾ ഇനി ബസ് കിട്ടി, ഞാൻ അവിടെ എത്തി, എന്നിട്ട് അവിടെ നിന്ന് ഓഡിറ്റോറിയത്തേക്ക് എത്തിയിട്ട് നല്ല ടൈം എടുക്കും. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ടൈം വൈകിപ്പിക്കാതെ നമുക്ക് വ്ളോഗിലോട്ട് കിടക്കാം. അങ്ങനെ ഇപ്പോൾ ഫുള്ള് റെഡിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് ആകെ ഒരു ലക്ഷ്യം നേരെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഇമ്മാനെ ഞാൻ വലിച്ചു കൂട്ടി ഇമ്മാനെയും കൊണ്ട് ബസ് സ്റ്റോപ്പ് വരെ ആക്കി തരാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇമ്മ ബസ് സ്റ്റോപ്പ് വരെ ആക്കി തരാമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ആദ്യം നടന്നു പോയിക്കോന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളിങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് അതൊക്കെ പോയാൽ സങ്കടമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇമ്മാനെയും കൂട്ടിയിട്ട് ബസ് സ്റ്റോപ്പ് വരെ ആക്കി തരാൻ പറഞ്ഞു. പിന്നെ എന്തായാലും വണ്ടിയിൽ പോലെ കാറ്റൊക്കെ ഇങ്ങനെ വരുന്ന സ്ഥിതിക്ക് കുറച്ച് ക്യൂട്ട്നെസ്സും കൂടി വാരി അറിയാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഒരു ഔട്ട്ഫിറ്റ്. കൃത്യമായിട്ട് ഞാൻ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് ഞാൻ നേരെ കാണിച്ചു തരാം. ഇത് ടൈമില്ലാത്ത ടൈമിൽ ഞാൻ ഇമ്മാനെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് എടുപ്പിച്ചതാണ്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തിയതും നമ്മൾ അവിടെ നിന്നതും ബസ് വന്നു. അപ്പോൾ നേരെ ഓടിപ്പോയി ബസ് കയറി. ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ബസ് കയറാൻ ഞാൻ പെട്ട പാട്. അതിനും പുറമെ ഞാൻ ഹീൽസ് ഇട്ടുക്കണു. കയറാൻ തന്നെ വീക്കണില്ല, തട്ടിത്തടഞ്ഞ് വിൽക്കുമായിരുന്നു, പക്ഷെ വീണില്ല. എന്നാലും അങ്ങനെ നമ്മൾ മണ്ണാർക്കാട് സ്റ്റാൻഡിലെത്തി. ഇനി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാത്തിക്കാണ്. ഓള് വരാൻ കുറേ ടൈം എടുത്തു. ഓളെ നോക്കി നിന്ന് ഞാൻ അങ്ങോട്ട് വിയർക്കാൻ തുടങ്ങി. അവിടെ എത്തിയിട്ട് ഞാനൊരു 3, 4, 5, 6 വട്ടം ഞാൻ ഓളെ വിളിച്ചുകൊണ്ട്, കാരണം ഈ പെണ്ണിനെ കാണാമല്ലോ. ഞാൻ അവിടെ എത്തിയ ഫിദക്ക് വിളിച്ചും എവിടെ ഓളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ആക്കും, പിന്നെ ഞാൻ വിളിക്കും ദാ ഇറങ്ങിക്കുന്ന് പറഞ്ഞു. ആകെപ്പാടെ അങ്ങോട്ട് കുഴഞ്ഞു. അങ്ങനെ അവസാനം ഫിദ എത്തി. എന്നിട്ട് നമ്മൾ നേരെ ഓട്ടോ കയറി. കാരണം നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. ബസ് കയറിയിട്ട് പോകാൻ നല്ല നേരം വൈകും. സോ ഞങ്ങൾ ഓട്ടോയിൽ കയറി പറപ്പിച്ച് പോകാമെന്ന് വിചാരിച്ചു. നല്ല ചൂടും ഇമാതിരി ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അമ്മാരി വേർത്തൊലിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് നിക്കാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്തിയപ്പോഴത്തേന് ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിക്കണ ഗൈസ്. കുറച്ചും കൂടി നേരം വൈകി. നമ്മൾ പൊതുവേ ലേറ്റ് ആയിട്ടാണ് പോകാറ് എങ്ങോട്ടും. നമ്മൾ രണ്ടാളും ഫുള്ള് ലേറ്റാണ്. നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തി ജസ്റ്റ് ഉള്ളിലേക്ക് ഇങ്ങോട്ട് പോകാൻ കാലെടുത്ത് വെക്കിയിരുന്നു. അപ്പത്തിന് ബാക്കിൽ ഒരു വിളി. അത് ഷയനായിരുന്നു. മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓള് വരുന്ന വരവ് നമ്മളും ഒക്കെ ഒപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ചെറുക്കന് സ്റ്റേജിൽ വന്ന് നിൽക്കലൊക്കെ കഴിഞ്ഞിക്കണു. നിക്കാഹും പരിപാടികളൊക്കെ കഴിഞ്ഞിക്കണു. നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഓഡിറ്റോറിയത്തിൽ എത്തിയത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓളും വന്നിക്കണത്. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു നിക്കാഹും. പക്ഷെ നമുക്കത് കാണാൻ പറ്റിയില്ല, കാരണം നമ്മൾ കുറച്ച് നേരം വൈകിയല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല നേരം വൈകി ഗൈസ്. അതാണ് ഉണ്ടായത്. നമ്മൾ അവിടെ എത്തിയതും സീറ്റ് കണ്ടുപിടിച്ച് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതിയെന്നായി. അങ്ങനെ നോക്കിയപ്പോഴത്തേനും ഷെനാൻ്റെ പിന്നെ എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു. ചെറുക്കൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ആക്കുള്ള ചെറുക്കൻ, എന്നിട്ട് ഓളിങ്ങനെ എൻട്രി ചെയ്യാൻ. നൈസ് പരിപാടിയാണ് കേട്ടോ, കാണുമ്പോൾ നല്ല നൈസ് പരിപാടിയാണ്. പിന്നെ ഓള് എൻട്രി കുറേ വട്ടം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വീഡിയോ നേരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ആദ്യം പിന്നെയും കുറച്ച് നടക്കും, പിന്നെയും ബാക്ക് പോകും, പിന്നെയും കുറച്ച് നടക്കും, പിന്നെയും ബാക്ക് പോകും. നമ്മൾ ഇതൊക്കെ കണ്ടോളുടെ എൻട്രിയും കാര്യങ്ങളും ഓരോ സംഭവങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. വണ്ടേ നമ്മളും ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് കയറേണ്ടതല്ലേ. അയ്യോ നാണം വരുന്നു. അയ്യോ നമ്മൾ വിജയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. കല്യാണം എൻ്റെതല്ല, നമ്മുടെ ഷെനാൻ്റെയാണ്. അപ്പം നമുക്ക് അതിനെപ്പറ്റി പറയാം. അങ്ങനെ പൂത്തിരിയും കത്തിച്ചിട്ട് ഓര് അങ്ങനെ കൈ പിടിച്ച് സ്റ്റേജിലോട്ട് കയറിപ്പോയി ഗൈസ്. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തെ സ്ക്രീനിൽ നമ്മുടെ കുറച്ച് ദോൽക്കിയുടെയും മെഹന്തി നൈറ്റിൻ്റെ ഒക്കെ കുറച്ച് സീനുകൾ കാണിക്കുന്നുണ്ട്. അയ്യോ അത് കണ്ടിട്ട് നമ്മൾ കുറേ സ്ക്രീനിക്ക് നോക്കിക്കും, പിന്നെ കുറേ സ്റ്റേജിൽ നോക്കും, പിന്നെ സ്ക്രീനിക്ക് നോക്കും, പിന്നെ സ്റ്റേജിൽ നോക്കും. അങ്ങനെയായിരുന്നു. പിന്നെ ഓരോ കുറച്ചും കൂടി അടുത്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിൽ പോയിരുന്നു കേട്ടോ. ഓരോ നേരെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് നല്ല ബാക്കിലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് അടുത്തേക്ക് വന്നിരുന്നു. പിന്നെ ഒരു നേരെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ തിരക്കിലായിരുന്നു. ആദ്യം പിന്നെയും ഒന്ന് കയറും, പിന്നെയും ഒന്ന് ഇറങ്ങും, പിന്നെയും ഒന്ന് കയറും, പിന്നെയും കയറും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ഫുള്ള് സ്റ്റേജിലായിരുന്നു. പിന്നെ കയറും ഇറങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുള്ള് സ്റ്റേജിൽ വെച്ചിട്ടായിരുന്നു കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കൽ. കല്യാണമായ പിന്നെ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. കുറേ ചിരിക്കും, പിന്നെ കുറേ പോസ്റ്റ് ഇടണം, പിന്നെയും കുറേ ചിരിച്ച് നിൽക്കണം. ഫുൾ ടൈം ചിരിച്ച് നിൽക്കണമല്ലോ. ഷാൻ അങ്ങനെ പിന്നെയും പറയണ്ടായിരുന്നു, ചിരിച്ച് കവളൊക്കെ വേദനിക്കുകയാണെന്ന്. അതായിരിക്കുമല്ലോ അവസ്ഥ. പിന്നെ പറയണ്ടല്ലോ. നമ്മൾ പിന്നെ ഓരിങ്ങനെ കുറേ പോസ്റ്റ് ഇടുന്നതും ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു. നമുക്കിപ്പോൾ അതല്ലേ വഴിയുള്ളൂ. നമ്മൾ ഇതൊക്കെ കണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് കഴിയുള്ളൂ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ആളുകളിങ്ങനെ മാറും, സ്റ്റേജുകളിങ്ങനെ മാറും, അവിടെ നിൽക്കണ ആളുകളും മാറും. അങ്ങനെയാണല്ലോ. നമ്മളതിനെ അതൊക്കെ കണ്ട് ഒരു നാൾ നമ്മളും നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നല്ല പൊലിവും ഉണ്ട്, കാരണം
ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ കല്യാണം കഴിച്ച് പോകുകയല്ലേ, ഫസ്റ്റായിട്ട് ഒരാൾ കല്യാണം കഴിക്കല്ലേ, അതിൻ്റെ ഒരു പൊലിവും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവരുടെ ഓരോ പോസുകൾ കണ്ടിട്ട് ചിരിയും വരുന്നുണ്ടായിരുന്നു. ആകെപ്പാടെ ഒരു മിക്സ്ഡ് ഫീലിങ്സ് ആയിരുന്നു, എല്ലാം പാടുള്ള ഒരു ഫീലിങ്സ് ആയിരുന്നു. പിന്നെ മഹറൊക്കെ കൊടുക്കണ പരിപാടിയായിരുന്നു. നിക്കാഹ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മഹർ കൊടുക്കണമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഇന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോവാന്ന്. ആ പോണ പോക്കിലും ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് വാരി എറിയാൻ മറന്നിട്ടില്ല. അതിനുശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ക്ലാസ്സിലത്തെ എല്ലാവരും അതിന് മുമ്പ് തന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഓരനെയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിക്കാൻ കുറച്ച് നേരം വൈകി. അങ്ങനെ പിന്നെ പൊറാട്ടയും ചിക്കൻ ചില്ലിയും അങ്ങനെയൊക്കെ കുറച്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയി. ഇനി നമ്മൾ പോണത് കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുക്കാനാണ്. പിന്നെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒപ്പം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുറത്തൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. ഞാൻ നേരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും മാറി നിന്ന് ഞാൻ ഒന്ന് എടുത്തതാണ്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, എന്നെ ഒന്ന് പൊലിപ്പിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നെ ക്ലാസ്സിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ കുറച്ച് കൊഞ്ഞപ്പടകളാണ് ഇനി നമ്മൾ കാണിക്കാൻ പോണത്. നമ്മൾ ആക്ട് ചെയ്യാണ് ഗൈസ്. അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോസും വീഡിയോസും കിട്ടാൻ വേണ്ടി നമ്മുടെ പെരും ആക്ടിങ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പ്ലാൻ ചെയ്യാണ് ഇനി എന്താണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. അപ്പോഴാണ് നമുക്കൊരു ബുദ്ധി കിട്ടി ഇങ്ങനെ പിടിച്ച് കറക്കിയാലോ എന്ന്. അങ്ങനെ പിന്നെ നമ്മൾ ഒരു വട്ടം ഒരാളെ കറക്കും, എന്നിട്ട് അതിന് ശേഷം പിന്നെ തല്ലാവും. അപ്പം പിന്നെ ഇനി ഇന്നെ കറക്കും പറയും. അപ്പം പിന്നെ നെക്സ്റ്റ് അടുത്ത ആൾ കറക്കും. ആകെപ്പാടെ ഇടങ്ങേറിയിരുന്നു, കാരണം നല്ലൊരു ഫോട്ടോസും വീഡിയോസും കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ കരുതിയ പോലെ ഫോട്ടോസൊന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ വീഡിയോ അഡ്ജസ്റ്റ് ആക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഒരു കറങ്ങൽ മത്സരമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറങ്ങിയിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് മതിയാവണില്ല. ഞങ്ങൾ പിന്നെയും കറങ്ങാൻ നിൽക്കുകയായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്ന ആൾക്ക് കയറാവുന്നതുകൊണ്ട് വീഡിയോ അവിടെ എടുക്കൽ നിർത്തി. പിന്നെ ഞങ്ങൾ ഓഫ് വൈറ്റ് തീമാണല്ലോ ഞങ്ങളെല്ലാവരും. അപ്പോൾ പിന്നെ അതിൻ്റെ കുറച്ച് പട്ടിഷോ ഇറക്കാൻ വേണ്ടി അതിനെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കറങ്ങി ഷോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മുടെ ഓഫ് വൈറ്റ് പട്ടിഷോ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഷെനാൻ്റെയും ചെറുക്കൻ്റെയും അടുത്തേക്ക് തന്നെ നമ്മൾ ഇനി പോവുകയാണ്. ഇനി നമുക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണം. നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇനി അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റേജിൽ കയറി. സത്യം പറഞ്ഞാൽ നമ്മൾ അപ്പോഴാണ് സ്റ്റേജിൽ കയറുന്നത്, നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ നമ്മളിൽ സൈൻ ചെയ്യണ കുറച്ച് പരിപാടിയിലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഗിഫ്റ്റ് കൊടുക്കാൻ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൈ പിടിച്ചിട്ട് അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേനും നിക്കാഹ് പരിപാടി ഏകദേശം ഇങ്ങോട്ട് സമാപിച്ചിട്ടുണ്ടായിരുന്നു. ആളുകളൊക്കെ ഇങ്ങോട്ട് ഒയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മളിനി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിൽ നിൽക്കുകയാണ്. അപ്പോഴും നമ്മുടെ ഷെനാൻ്റെ ചെറുക്കനും അപ്പോഴും ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലാണ്. കല്യാണം നിക്കാഹൊക്കെ അതിൽ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് കൊയ്യുന്ന എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ഷെന നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും, കാരണം അവൾക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക എന്നുള്ളത് ഭയങ്കര ക്രേസ് ആയിട്ടുള്ള കാര്യമാണ്. ഓൾ ഓഫ് കോഴ്സ് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ കുറേ പോസൊക്കെ ഇടുന്നത് ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ പോയത്. അതുവരെ ഞാൻ ഷെനാൻ്റെ അമ്മമാരുടെ അടുത്തൊക്കെ അങ്ങനെ വർത്താനം പറഞ്ഞു ഒത്തിരിക്കായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ഓരോരുത്തർ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു ഗൈസ്. അപ്പത്തിന് ഒരു ഏകദേശം 8-9 മണിയായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഏകദേശ നിഗമനം. അപ്പോൾ എന്തായാലും നമ്മുടെ ഷെനാൻ്റെ നിക്കാഹ് മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് അങ്ങോട്ട് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിക്കാഹ് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.